ഹായ്! ഇന്നത്തെ വീഡിയോയിൽ 3.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വീടിന്റെ പ്ലാനും 2 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാൻ അതിന്റെ എലിവേഷൻ ഡിസൈൻ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. പാലക്കാട് മലപ്പുറം കോട്ടയം ജില്ലകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വലിയ വർക്കുകൾ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിന് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ചാർജ് എനിക്ക് തോന്നുന്നു ഒരു 2000 രൂപ മുതൽ ഒക്കെ പ്ലാൻ വരയ്ക്കുന്നത് തൊട്ട് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ പ്ലാൻ വരയ്ക്കുന്നതിലായാലും 3D വരയ്ക്കുന്നതിലായാലും അതുപോലെ തന്നെ വീടിന്റെ പെർമിറ്റ് ചെയ്യുന്നത്, അതുപോലെ വീട് നിർമ്മാണം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ, സൈറ്റ് പ്ലാൻ വന്നിട്ടുള്ളത്. ഒരു 3.5 സെന്റിന്റെ ഒരു പ്ലോട്ടാണ്. ഈ ഒരു പോർഷനിലായിട്ട് കിച്ചൺ വേണമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് 1 മീറ്റർ സെറ്റ് ബാക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ വരച്ചു തുടങ്ങുന്നത്. ഈ ഒരു കോർണറിൽ നമ്മൾ കിച്ചൺ വരയ്ക്കുകയാണ്. ഇനി ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മുൻവശത്ത് 2 മീറ്റർ വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിൽ സിറ്റ് ഔട്ട് വരയ്ക്കുകയാണ്. സിറ്റ് ഔട്ടിൽ നിന്നും ഒരു ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, കിച്ചൺ അങ്ങനെയാണ് പ്ലാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ലിവിങ് കം ഡൈനിങ് ഹാൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു വരച്ച് വരുമ്പോൾ അവിടെ സ്പേസ് കിട്ടുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഇതിൽ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട് ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം വയ്ക്കുന്നുണ്ട്. വീടിൻ്റെ പുറകുവശത്ത് ഒരു 1.5 മീറ്റർ നമ്മൾ വിടണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടില്ല. ചെറിയൊരു കട്ടിങ് ആ പ്ലാനിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമും അതുപോലെ ഈ ഒരു കോർണറിൽ 2ാമത്തെ ബെഡ്റൂമും വരയ്ക്കുകയാണ്. ഇതിൻ്റെ 2 ബെഡ്റൂമിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ 2 ബാത്റൂമുകൾ കൊടുക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഇവിടെ, ഈ ഒരു ബെഡ്റൂമിന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഇങ്ങനെ 2 ബാത്റൂമുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു വാഷ് ഏരിയ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ വരച്ച് കഴിയുമ്പോഴാണ് നമുക്കവിടെ സ്പേസ് ഉണ്ടാവില്ലോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റുക. നമുക്കിപ്പോൾ ഒരു 800-850 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻ കാണാം, എങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. സോഫ, TV യൂണിറ്റൊക്കെ ഇവിടെ കാണാവുന്നതാണ്. അടുത്തൊരു ഡൈനിങ്ങിനോട് ചേർന്ന ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിന് ഇവിടെ ഭാഗത്തായിട്ട് വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 2 കോർണറുകളിലായിട്ട് 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ 3D പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ഈ വീടിൻ്റെ 3D പ്ലാനാണ്. നമ്മൾ പ്ലാനിൽ കണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇത് ഒരു വ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് 3 വ്യൂ ക്ലയൻറ്റിനടുത്ത് കൊടുക്കുന്നുണ്ട്. സിറ്റ് ഔട്ട് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ ലിവിങ് സ്പേസ് നമുക്ക് TV അവിടെ വരും. അതുപോലെ സോഫ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സൈസുകൾ അനുസരിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഓപ്പൺ കിച്ചണായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുകൾ, 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 840 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3D എലിവേഷൻ ഡിസൈൻ ആണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. കാര്യമായിട്ടുള്ള ഡിസൈൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ്. പിന്നെ ഈ ഇതിൽ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പ്ലാനിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വാസ്തുപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അളവുകളൊന്നും കൊടുക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു 840 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. നമുക്കിത് വേറൊരാളുടെ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആയതുകൊണ്ടാണ് നമ്മളിതിൽ അളവുകളൊന്നും കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 3D കാണാം.
വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിലേക്ക് ഇതുപോലെ വീഡിയോ താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഓഫീസിനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയാണ്. ബൈ.